കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തത്തിന് ഒരു ഗ്രാമം സാക്ഷ്യം വഹിച്ചു. ജനവിശ്വാസത്തിന്റെ കരുത്തിൽ 101 സംവത്സരങ്ങൾ പിന്നിട്ട കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക ഹാൾ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹാൾ കർഷക പരിശീലന കേന്ദ്രമായി പ്രയോജനപ്പെടുത്തും. ഒപ്പം നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പരിപാടികൾക്കും വിവാഹ റിസപ്ഷൻ മറ്റു ചെറിയ ചടങ്ങുകൾക്കും മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കായി വിട്ടുനൽകും. ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും 800 മീറ്റർ മാറി പ്രകൃതി രമണീയമായ മൈലക്കര ജംഗ്ഷനിൽ പ്രഭാത സായാഹ്ന ശാഖയും ആരംഭിച്ചു. നിത്യവൃത്തിക്കായി വിവിധങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രാമവാസികൾക്ക് ഓഫീസ് ടൈമിൽ ബാങ്ക് ഇടപാടുകൾ നടത്താൻ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തൊഴിൽ സമയത്തിന് മുൻപും പിൻപും ഇടപാടുകൾ നടത്താനായി പ്രഭാത സായാഹ്ന ശാഖകൾ തുറന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മൈലക്കര ജംഗ്ഷനിൽ പാറശാല MLA CK ഹരീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മനോഹരമായൊരു ലളിതഗാനം പ്രേക്ഷകർക്കായി ആലപിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തി. വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്നിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കു നിത്യതേ നിതാന്തവത്സരോത്സുകം നിതാന്തവത്സരോത്സുകം. യാത്ര നിദ്രതൻ മെഴികളിൽ താമരമുകുളങ്ങൾ വിരിയും വരെ ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി സ്മാരക ഹാൾ പ്രഭാത സായാഹ്ന ശാഖ തുടങ്ങി ബഹുമുഖമായ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിന് നിക്ഷിപ്തമായ ചടങ്ങിൻ്റെ എല്ലാ കർമ്മങ്ങളും നിങ്ങളേവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സ്നേഹാദര പരിസരം സന്തോഷ പരിസരം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. 100 വർഷം പിന്നിടുകയാണ്. 100 വർഷം പിന്നിടുന്ന ഒരു സഹകരണ സ്ഥാപനമെന്ന് പറഞ്ഞാൽ അത് ഈ നാടിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രതിസ്പന്ദമാണ്. അതൊരു മുഖവരികളുടെയും അക്ഷരങ്ങളിലൂടെയും അവതരിപ്പിക്കാൻ കഴിയില്ല. അത്രയേറെ ജനജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും പ്രതിധ്വനിപ്പിക്കുന്ന ഒരു സ്ഥാപനം. ആ സഹകരണ സ്ഥാപനം നിങ്ങൾക്ക് എത്രയേറെ ഹൃദയതലത്തിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ശതാബ്ദി സ്മാരക ഹാളും പ്രഭാത സായാഹ്ന ശാഖയും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പരിപാടികളെല്ലാം തന്നെ. ശാഖയിലേക്കുള്ള ആദ്യ നിക്ഷേപം അഡ്വക്കേറ്റ്
സ്റ്റീഫൻ MLA ഏറ്റുവാങ്ങി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 24-ൽ പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച കള്ളിക്കാട് സർവീസ് ബാങ്ക് 1977 സഹകരണ പ്രസ്ഥാനമായി മാറിയതിനു ശേഷം വലിയ വളർച്ചയാണ് സംഘത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇതൊന്ന് കണക്ക് നോക്കുമ്പോൾ 37 കോടിയോളം രൂപ മൂലധനവും 1,02,00,000 ഓഹരി ഷെയർ ക്യാപിറ്റലുമുള്ള 27 കോടി രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ലോണും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനതാണ് അടിവരയിട്ട് പറയുന്നത്. അവർ പണം ആവശ്യത്തിന് ഫിക്സഡ് മൂലധനം ഫിക്സഡ് നിക്ഷേപമായി കരുതിയിട്ട് നാട്ടിലെ ആളുകളെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടിത രൂപമാണ് 27 കോടി രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിലനിർത്തി എന്ന് പറയുന്നത്. എനിക്ക് ബാങ്കിൻ്റെ പ്രസിഡൻറ്റിനോടും ഭരണസമിതിയോടും അതേപോലെ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോടും ഉദ്യോഗസ്ഥരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത്, നമ്മൾ എങ്ങനെയാണോ നിക്ഷേപകനെ കാണുന്നത് അതേപോലെ തന്നെ വായ്പക്കാരനെയും കാണാൻ വേണ്ടി കഴിയണം. എങ്ങനെയാണോ നിക്ഷേപകനെ നമ്മൾ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ വായ്പക്കാരനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. വായ്പ എടുക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ കൃത്യമായി വായ്പ അടച്ചാൽ മാത്രമേ ബാങ്കിന് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. ഈ ബാങ്കിൽ നിക്ഷേപം കൊണ്ടിട്ട ആളുകൾക്ക് തിരികെ കൊടുക്കാൻ വേണ്ടി കഴിയും. നിക്ഷേപകനുണ്ടെങ്കിൽ വായ്പക്കാരന് വായ്പ നൽകാൻ വേണ്ടി കഴിയും. ഈ പ്രാഥമികമായിട്ടുള്ള തത്വം നിങ്ങളെല്ലാവരും അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ ഉത്തരോത്തര ഈ സ്ഥാപനത്തിന് വളർന്നു വരാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നല്ല വളർച്ചയാണ് ഈ ബാങ്ക് നേടിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ വളർച്ച നേടാൻ വേണ്ടി കഴിയും. മികച്ച കർഷകർ, ബാങ്ക് ഇടപാടിൽ കൃത്യത പാലിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ, SSLC +2 ഉന്നത വിജയികൾ തുടങ്ങിയവരെ വേദിയിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് സ്വാഗതവും സെക്രട്ടറി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കുടുംബശ്രീ പ്രവർത്തകർ, ബോർഡ് മെമ്പർമാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ബോർഡ് മെമ്പർ കൃഷ്ണപ്രശാന്ത് കൃതജ്ഞത രേഖപ്പെടുത്തി. ഇനി പരിപാടിയുടെ മറ്റു ദൃശ്യങ്ങൾ കാണാം.
പ്രിയപ്പെട്ടവരെ, ഞാൻ കള്ളക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് A. ശ്രീകുമാർ. കള്ളക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 100 വർഷം പൂർത്തീകരിക്കപ്പെട്ട് 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളിൽ ഒട്ടേറെ പദ്ധതികൾക്കാണ് നാം രൂപം നൽകിയത്. ഇന്ന് കള്ളക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഹാളിന്റെ 2ാമത്തെ നിലയിൽ ശതാബ്ദി വർഷം എല്ലാ കാലത്തും ഓർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട കർഷക പരിശീലന കേന്ദ്രം എന്ന നിലയിൽ നിർമ്മിക്കപ്പെട്ട ശതാബ്ദി ഹാളിന്റെയും അതുപോലെ മൈലക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രഭാത സായാഹ്ന ശാഖയുടെയും ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ സദാവസരത്തിൽ ബഹുമാന്യനായ പാറശാലയുടെ MLA CK ഹരീന്ദ്രനും അതുപോലെ തന്നെ അരുവിക്കര MLA G. സ്റ്റീവനടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് സമാപ്തി കുറിക്കുകയാണ്. കള്ളക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകി വന്നിട്ടുള്ള സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, 1924 മുകുന്ദറ പരസ്പര സഹായ സംഘമായി കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യ രൂപം നിലവിൽ വന്നത്. ഒരു കൂട്ടം സഹകാരികൾ നമ്മുടെ നാട്ടിലെ മറ്റ് കള്ളപ്പണക്കാരിൽ നിന്നൊക്കെ സാധാരണ ജനങ്ങളെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു കൂട്ടായ്മ ആദ്യം തുടങ്ങിയത്. അത് പിന്നീട് കാലാനുസൃതമായി വളർന്ന് 1968 മുതൽ കള്ളിക്കാട് സർവീസ് സഹകരണ സംഘമായും 1977 മുതൽ കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കായും വളർന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായി ഈ സ്ഥാപനം മാറിയിട്ടുണ്ട്. 37 കോടി രൂപയുടെ നിക്ഷേപം ഈ സംഘത്തിലുണ്ട്. 27 കോടി രൂപയുടെ വായ്പയും ഈ പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായും തണലായും നിൽക്കാൻ കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് മഹാമാരി കാലത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മൊബൈൽ ഫോൺ സൗജന്യ പലിശരഹിതമായി നൽകാനും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ നാട്ടിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനൊപ്പം ചേർന്ന് സഹകരിക്കാനും എല്ലാം കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 2000-ഓളം വീടുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കെയർ ഹോം പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയപ്പോൾ കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കും അതിൽ പങ്കാളികളായി 2 വീടുകളുടെ നിർമ്മാണ ചുമതല കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് ആ കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി. ഈ രൂപത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ജനങ്ങൾക്കിടയിൽ ഏറെ സജീവമായി നിലനിൽക്കുന്നു എന്ന സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കുണ്ട്. കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലായി 2017 മുതൽ കണ്ടംതിട്ട കേന്ദ്രീകരിച്ച് ഒരു ബ്രാഞ്ചിന്റെ പ്രവർത്തനം നാം ആരംഭിച്ചു. ഇപ്പോൾ ബാങ്കിന്റെ ശതാബ്ദി വർഷമാണ്. ശതാബ്ദി ആഘോഷങ്ങൾ 2023 ജൂൺ മാസം 19-ാം തീയതി സംസ്ഥാനത്തെ പട്ടികജാതി വർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1 വർഷം വൈവിധ്യമാർന്ന പരിപാടികൾ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. ആ പ്രവർത്തനങ്ങളുടെ സമാപനം സമ്മേളനം കഴിഞ്ഞ 2024 ജൂൺ മാസം 16-ാം തീയതി സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ആ പ്രവർത്തനത്തിൽ വച്ച് പ്രഖ്യാപിക്കപ്പെട്ട ശതാബ്ദി സ്മാരക ഹാളിന്റെ ശിലാസ്ഥാപനം അന്ന് നിർവഹിക്കപ്പെട്ടു. ആ ശതാബ്ദി സ്മാരക ഹാളാണ് ഇന്ന് പണി പൂർത്തീകരിച്ച് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഔദ്യോഗികമായി നമ്മുടെ സംസ്ഥാന മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറിയത്. ഇതോടൊപ്പം തന്നെ മൈലക്കര കേന്ദ്രമാക്കി ഒരു പ്രഭാത സായാഹ്ന ശാഖയും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സഹകരണ മേഖലയിൽ ഇന്ന് പല സംഘങ്ങളും പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസവും അവരുടെ പിൻബലവുമാണ് ഞങ്ങൾക്ക് കരുത്തായിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ നിക്ഷേപത്തിൽ 15 കോടി രൂപയുടെ വർധനവ് ഈ സംഘത്തിനുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷവും 2 കോടി രൂപയുടെ നിക്ഷേപ വർധനവും 2 കോടി രൂപയുടെ വായ്പാ വർധനവും സംഘത്തിനുണ്ടായിട്ടുണ്ട്. ആ രൂപത്തിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയും അവരുടെ കലവറയില്ലാത്ത വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇനിയുമേറെ പടവുകളിലൂടെ മുന്നേറാൻ ഈ
കൊച്ചു ഗ്രാമത്തിലെ കള്ളിക്കാട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സ്ഥാപനമായി വളരാൻ കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഇനിയും പരിശ്രമിക്കും. അതിനൊപ്പം എല്ലാ നാട്ടുകാരുടെയും സഹകാരികളുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹായവും സഹകരണവും ഞങ്ങൾ വിനയപൂർവ്വം ഈ മഹനീയ മുഹൂർത്തത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.